സാറേ പുറത്തൊരു വലിയ കമ്പനിയുടെ MD വന്നിരിപ്പുണ്ട്. ആണോ? പക്ഷെ പുള്ളി പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെ MD ആണെന്ന് മനസ്സിലായത് എനിക്ക്? അല്ല, കോട്ടും സൂട്ടൊക്കെ ഉണ്ട്. ഓ, കോട്ടും സൂട്ട് ഇട്ടവരൊക്കെ MD ആണോ? ശരി, വരാൻ പറയും. ഓ, Hi. Oh, hello. Coming from Silpadu. Silbadu. Silbadu. What are you listening? Sit down, sir. Thank you. With halabdo, kotrodo. Hotolodo pepper, casnut. Non-one cost deposit. Deposit halabdo. Sawan kotorne ette tawla patno sai. Puvi kana tana tittalora. Titlowa ke daile hatti to chala ni. Ida bank ke titlowa ke profit no problem. Corota is the left side next cabin khal ko dur chala. Coming to the Stockholm. The left side cabin. Okay, thank you. Thank you. Okay, meet again. No one caught us. ഹലോ. അതെ, നമ്മുടെ ബാങ്കിന് നല്ലൊരു ഡെപ്പോസിറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, പ്രൂഫ് ഒന്നും ചോദിക്കണ്ട, അങ്ങോട്ട് എല്ലാം ശരിയാക്കി കൊടുത്തേക്ക് കേട്ടോ. അംസുകോയെ, എടാ വെള്ളിയാഴ്ച നടക്കൂല, വെള്ളിയാഴ്ച ഹർത്താലാണ് പോലെ. അപ്പോൾ വിവരം കിട്ടിക്കണ്. വേറെ ദിവസം ആക്കാം. ആയിക്കോട്ടെ. ആരാ? ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞ ആരാ? ഞാനാണ് സാറേ, സത്യശീലൻ. NP സത്യശീലൻ. NP സത്യശീലൻ? അതെ. ഇരിക്കി. നമ്മൾ പരിചയമുണ്ടോ സാറേ? ഇല്ലേ സാറേ, ഞാൻ ആദ്യം വരികയാണ് ഇവിടെ. ഇതിനു മുമ്പ് വന്നിട്ടില്ല. എന്നാ വേറെ ആളെ അയക്കൂ. എന്താ കാര്യം? എന്താ? എനിക്ക് ഒരു ലോൺ വേണം സാറേ, ഒരു നല്ല ലോൺ തരണം. ഇവിടെ എന്തിനൊക്കെയോ ലോൺ കൊടുക്കുന്ന സ്ഥലമാണ് ബാങ്ക്. നിങ്ങൾക്ക് എന്തിനാ ലോൺ വേണ്ടത്? എനിക്ക് വീട് വെക്കാനാണ്. ഹൗസിംഗ് ലോണാണ്. അങ്ങനെ പറയും. എന്താ ഇപ്പൊ നമ്മള് വെക്കുക? പറമ്പ് വെക്കുവോ അതോ? സ്ഥലമുണ്ട്. എത്ര സെന്റ് ഉണ്ട്? ഒരു 10-30 സെന്റ് സ്ഥലമുണ്ട്. 30 സെന്റ് ഉണ്ട്. എവിടെയാ സ്ഥലം? നമ്മുടെ കൊളപ്പുള്ളിയില്ലേ? കൊളപ്പുള്ളിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. കൈലിയാട് പറയും. വില എങ്ങനെയുണ്ട് അവിടെയൊക്കെ? നല്ല വിലയുണ്ട് സാറേ. ഓ, അപ്പോ സാറേ ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തന്നാൽ വലിയ ഉപകാരം. പെട്ടെന്ന് ഇപ്പൊ അപ്പം ചുട്ടെടുക്കണ മാതിരി എടുക്കണ സാധനമല്ലല്ലോ ലോണ്. ശരിയാവും. ആദ്യം നിങ്ങൾ വത്സല മേഡത്തിനെ പോയി കാണണം. അപ്പുറത്തെ റൂമിലുണ്ട്. വത്സല മേഡമാണ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരു വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരൂ, കേൾക്കുക. വത്സല മേഡോ, ഒരു പേഷ്യന്റിനെ അങ്ങോട്ട് വിടുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താളി. ചെക്കിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു സാറേ. പേഷ്യന്റ് അല്ല സാറേ ഞാൻ. നിങ്ങൾ പേഷ്യന്റ് അല്ല, അത് ഹോസ്പിറ്റലും അല്ല. പക്ഷെ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാ, അതുകൊണ്ടാ. ചെന്നോളി. ശരി. നമസ്കാരം മാഡം. ചെക്ക് എവിടെ? എന്ത് ചെക്ക്? തനിക്ക് ചെക്ക് കൊണ്ടുവന്നതല്ലേ? അല്ല മാഡം, നോക്കി, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എന്താ തന്റെ ആവശ്യം? എനിക്ക് ഒരു നല്ല ലോൺ വേണം. ഇവിടെ എന്താ ഞങ്ങൾ പൊട്ട ലോണാ കൊടുക്കണ എല്ലാവർക്കും? അല്ല, അങ്ങനെയല്ല, എനിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. വീട് വെക്കാൻ? ഹൗസിംഗ് ലോണാണ്. അപ്പൊ വീടാണോ ഫ്ലാറ്റ് ആണോ? വീടാണ്. ഫ്ലാറ്റ് വേണ്ട. ഫ്ലാറ്റ് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്? അയ്യോ, അത് പറ്റില്ല മാഡം. എന്റെ ഭാര്യക്ക് ഇഷ്ടം വീടാണ്. തന്റെ ഭാര്യ ഒട്ടും മോഡേൺ അല്ലേ? അല്ല, മോഡേൺ ഒക്കെയാണ്. മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എന്താ വെച്ചാലേ വീട് വെച്ചാൽ മതി എന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോ. ഞങ്ങളൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ വെറുതെ പറയണ ഒരു പരിപാടിയില്ലേ? കാണാറുണ്ടോ? ചിലപ്പോ കാണും ഞാന്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാല് ഫ്ലാറ്റ് കിട്ടും. പാലക്കാട് നിന്ന് വേറെ ആരുമില്ല. അപ്പൊ നമുക്ക് കിട്ടിയാല് ഫ്ലാറ്റ് കിട്ടുമല്ലോ. ഇതും നമ്മൾ വെക്കണ ഫ്ലാറ്റും ആ ഫ്ലാറ്റും രണ്ടെണ്ണം എന്തിനാണ്? നല്ല പ്ലാനിങ് ആണല്ലോ. അപ്പോ വീട് വെച്ചാൽ മതി വിചാരിച്ചു. ഓ, ശരി. മാഡം, ഈ പ്ലാനൊക്കെ വരയ്ക്കോ നിങ്ങള്? പിന്നല്ലാണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ ഞാനല്ലേ വരച്ചത്. അതെയോ? ഈ ബെഡ്റൂം ഉണ്ടല്ലോ, ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് നടക്കാൻ പറ്റും. കിച്ചണിനാണെങ്കിൽ നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ 2 ബാത്റൂമിനുള്ള സ്പേസ് ഉണ്ട്. കാർ പോർച്ച് വേണം. അപ്പൊ പിന്നെ എങ്ങനെയാ സ്പേസ് ഉണ്ടാവുക? ബാത്റൂം എവിടെ വരുമ്പോ അത് നോക്കൂ. ഇത് തലച്ചോറല്ലേ? ഇത് തലച്ചോറിന്റെ ചിത്രം. ഇതിനകത്ത് എങ്ങനെയാണ് ബാത്റൂമും ബെഡ്റൂമും? എടോ, ബ്ലഡ് സർക്കുലേഷന്റെ കേന്ദ്രം, ഇൻഫർമേഷൻസിന്റെ ഹെഡ് ഓഫീസ്, പിന്നെ ശരീരത്തിന്റെ മൊത്തം നിയന്ത്രണം. ഇതിലും വലിയ പ്ലാൻ എവിടെയാ കിട്ടുക? ഇതെന്റെ മോളുടെ ബയോളജി പ്രൊജക്റ്റാ. സ്കൂളൊക്കെ തുറന്നില്ലേ, മാഷ്മാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ വേണ്ടേ കഷ്ടപ്പെട്ട് വരയ്ക്കാൻ. തനിക്ക് നന്നായി വരയ്ക്കറിയോ? എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. അതെ, ഈ വൃക്കയുടെ നെടുകയുള്ള ചെയ്തുണ്ടല്ലോ, അത് വരയ്ക്കാൻ ഭയങ്കര ഈസി അത്ര. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെൻസിൽ ഉണ്ട്, റബ്ബർ ഉണ്ട്, സ്കെയിൽ ഉണ്ട്, പേപ്പർ ഉണ്ട്. അപ്പോഴേക്കും തന്റെ ലോണിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് വരാം. നല്ല കുട്ടി.
വെളുപ്പുണ്ട്, നല്ല മുഖശ്രീ ഉണ്ട്. പറഞ്ഞിട്ട് എന്താ വട്ടാണ്. ഒരു കാര്യം ചെയ്യാം, എന്തേലും വരച്ച് വയ്ക്കാം, ബുദ്ധില്ലല്ലോ. ആഹാ, വൃക്ക നെടുക ചിരിച്ചു. വരച്ചു. എങ്ങനെയുണ്ട് നോക്കി? നന്നായിട്ടില്ലേ? ഇതാണോ വൃക്ക? 2 വാട്ടർ ടാങ്ക് കൂട്ടി വെച്ച പോലെ ഉണ്ടല്ലോ. അതെ, ഇത് വൃക്ക കുറച്ച് തടിച്ച വൃക്കയാണ്. നല്ല സേവനം ഇവിടെ എനിക്ക് മതി. അതെ, അപ്പുറത്തെ ആ ക്യാബിനിൽ പോയാ മാനേജറിനെ കാണാൻ പറ്റും. ആളെല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. അവിടെ പോണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, സ്വകാര്യമായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ഒന്നുമില്ല, ഞാൻ പോയിട്ട് വരാട്ടോളേ. അവിടെയാണോ ഇവിടെയാണോ? അവിടെ. ശരി. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. എന്താ വന്നത്? സാറേ, എനിക്ക് ഒരു നല്ല ലോൺ വേണം. നല്ല ലോൺ വേണം അല്ലേ? നല്ല ലോണും മോശം ലോണൊക്കെ ഉണ്ടോ? ശരി, ഏത് ലോണാ വേണ്ടേ? ഇവിടെ എന്ത് ലോണൊക്കെ ഉണ്ട്? ഇവിടെ ഉള്ള ലോണൊക്കെ കൊണ്ടുപോകാനാ? അല്ല, അങ്ങനെയല്ല. അപ്പൊ തനിക്ക് എന്ത് ലോണാ വേണ്ടേ? ഇവിടെ ഗോൾഡ് ലോൺ, ഹൗസിംഗ് ലോൺ, ബിസിനസ് ലോൺ, അഗ്രികൾച്ചർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, വെഹിക്കിൾ ലോൺ, പ്ലാന്റേഷൻ ലോൺ, ലാൻഡ് ലോൺ, പേഴ്സണൽ ലോൺ, റിയൽ എസ്റ്റേറ്റ് ലോൺ, കൺസ്യൂമർ ലോൺ, മാരേജ് ലോൺ. ഇതിൽ ഏത് ലോണാ വേണ്ടത് എനിക്ക്? എനിക്കൊരു വീട് വെക്കാനാണ് സാറേ. അപ്പോൾ ഹൗസിംഗ് ലോൺ വേണം അല്ലേ? അതെ. അക്കൗണ്ട് ഉണ്ടോ? 2 അക്കൗണ്ട് ഉണ്ട് സാറേ. ഓ, എവിടെയത്? ഒന്ന് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഗോപാലേട്ടൻ്റെ ഒരു കടയുണ്ട്, ചായക്കട. അവിടെ എനിക്ക് അക്കൗണ്ടാണ്. പിന്നെ ദാമോദരേട്ടൻ്റെ പലചരക്ക് കടയിലും അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 അക്കൗണ്ടാണ്. എടോ, സേവിങ് ഉണ്ടോന്നാ ചോദിച്ചത്. എപ്പോഴും ഒന്നുമില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഷേവ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഷേവിങ് അല്ല, സേവിങ്. നിക്ഷേപം ഉണ്ടോ? അതുണ്ട്. എന്റെ പൂജാമുറിയിലുണ്ട് സാറേ. പൂജാമുറിയിലോ? നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും ചില്ലറ പൈസ ഒക്കെ ഉണ്ടാവൂലോ പോക്കറ്റില്. അപ്പൊ അതെടുത്തിട്ട് ഞാൻ ആ പൂജാമുറിയിലുള്ള അതിലിടും. കാശ് കൊടുക്കാ പറയോ അതിന്? പഴയ കാശ് കൊടുക്കാം. അപ്പൊ അത് കുത്തി പൊട്ടിച്ചിട്ടാണ് എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് പോണത്. സ്വാമി ശരണമയ്യപ്പ. അതെ, നിങ്ങളുടെ സിബിൽ സ്കോർ എടുക്കണം, എന്നാലേ ആർച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെയോ? എന്താ അത്? എടോ, സിബിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതെല്ലേ? എന്നാലേ ആർച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ആർച്ച്? രാമചന്ദ്രൻ. എടോ, റീപേയ്മെന്റ് ഹിസ്റ്ററി. അതൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ. ബാങ്കിന്റെ നിയമം അനുസരിച്ചല്ലേ താങ്കളെ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. ഇനി വേറെ എന്തൊക്കെ വേണ്ട സാറേ? വേറെ, താൻ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭാര്യ? ഒരു സ്ത്രീയാണ്. അപ്പൊ ഒരു ദിവസം ഫിക്സ് ചെയ്തോളൂ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭാര്യയുമായിട്ടൊന്ന് പീഡി നടത്തണം. എന്തേ, ലോൺ വേണ്ടേ? ലോൺ വേണം. എടോ, പേഴ്സണൽ ഡിസ്കഷൻ നടത്താതെ ഇപ്പൊ ആരും ലോൺ കൊടുക്കില്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് അവരുമായിട്ട് വർത്തമാനം പറയണം. അതെ, ലോൺ എടുക്കുന്ന ആളുകളുടെ കുടുംബവുമായി വന്ന് ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് എന്താന്ന് മനസ്സിലാക്കിയിട്ടേ ലോൺ കൊടുക്കുള്ളൂ. അതാണല്ലേ? അതാണ് പീഡി, പേഴ്സണൽ ഡിസ്കഷൻ. വേറെ എന്തൊക്കെയാണ് സാറേ ഞാൻ കൊണ്ടുവരേണ്ടത്? പിന്നെ നിങ്ങളുടെ KYC വേണം. എന്റെ KYC ഒക്കെ എന്തിനാണ് സാറേ? നിങ്ങളല്ലേ ലോൺ എടുക്കുന്നത്. എന്താണ് സാറേ ഈ KYC പറഞ്ഞ? നോ യുവർ കസ്റ്റമർ. അങ്ങനെ പറഞ്ഞ എന്താണ്? കസ്റ്റമറെ അറിയുക, അത്രേ ഉള്ളൂ. അപ്പൊ KYC, FOIR, LTV, LSR ഇതൊക്കെ എടുക്കണം. അല്ല സാറേ, ഇത് ഒക്കെ കൂടി എടുക്കാൻ മാത്രമുള്ള അസുഖമൊന്നും ഇല്ല എനിക്ക്. തന്റെ അസുഖം നോക്കാനുള്ള ഹോസ്പിറ്റൽ അല്ല ഇത്. ഈ പേപ്പറൊക്കെ ഉണ്ടെങ്കിലേ ലോൺ തരാൻ പറ്റുള്ളൂ. അതെയോ? ബാങ്കിന്റെ പ്രൊസീജിയർ അനുസരിച്ചല്ലേ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ സ്വാമി ശരണം. ശരണമയ്യപ്പ. ശരി ശരി. ഓക്കെ. അങ്ങോട്ട് പോയിക്കോളൂ. കുഞ്ഞിപ്പൊട്ടന്റെ വിട എന്നും പുതിയ ചാലിൽ എന്നും വലിയ പറമ്പ് എന്നും പേരായ പറമ്പ് പടിഞ്ഞാറേ അംശം പറമ്പിൽ കിഴക്ക് തെക്കേ മൂലസ്ഥാനം. സെന്റ് 30 സെന്റ്. ഒട്ടളവ് 84 സെന്റ്. റിസർവേ നമ്പർ 40/4. കുഴപ്പമില്ല, അപ്പൊ രേഖ റെഡിയാണല്ലോ. പക്ഷേ കുടിക്കടം വേണം. കുടിക്കടമില്ലാതെ ഈ രേഖ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. എനിക്കത് എന്താ മനസ്സിലായിട്ടില്ല മാഡം ഈ കുടിക്കടം. അതിടോ, തന്റെ ഈ വസ്തുവിന്റെ മേല് കടമൊന്നുമില്ല, ഒരു ബാധ്യത ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ്, അത്രേ ഉള്ളൂ. അപ്പൊ അത് എവിടുന്ന് കിട്ടുന്നു? അത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ അവർ എഴുതി തരും സ്റ്റാമ്പ് പേപ്പറിൽ. പിന്നെ അതിന്റെ കൂടെ വെയിറ്റേജ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതിന്റെ കൂടെ വെയിറ്റേജും കൊടുക്കണോ? അത് എവിടുന്ന് കിട്ടും? അത് അവിടെ കൊടുക്കണം. നോട്ടിന്റെ രൂപത്തിൽ കൊടുത്താൽ കുടിക്കണം തനിക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ താൻ വിഷമിക്കൊന്നും വേണ്ട, അവിടെ ഇഷ്ടം പോലെ ഏജന്റുമാരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ഇത് കൊണ്ടുകൊള്ളൂ കേട്ടോ. ആണോ? അവിടെ കൊടുക്കണം രജിസ്റ്റർ ഓഫീസിൽ. ശരി, വരയ്ക്കാണ്. വരച്ചോളി. NP സത്യശീലേ കുത്തിരിക്കി. അല്ല, കുടിക്കാൻ ജ്യൂസ് എടുക്കണോ ഷേക്ക് എടുക്കണോ?
ജ്യൂസോ ഷേക്കോ ഏതാ എടുക്കണ്ടേ? ഓ ഒന്നും വേണ്ട സാറേ. അത് പറ്റൂല. ഇവിടെ വന്നാൽ എന്തെങ്കിലും കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്തേ നോക്കണേ? ഒന്നുമല്ല സാറേ, ഞാൻ വന്ന സ്ഥലം മാറിപ്പോയോ വിചാരിച്ച് നോക്കിയതാണ്. അതൊന്നും മാറിയിട്ടില്ല. അല്ല സത്യശീല, ഇവിടെ കുളപ്പുള്ളിയുള്ള 30 സെന്റ് എന്തായി? 30 സെന്റ് അവിടെ തന്നെ ഉണ്ട്. 30 സെന്റ് ആയിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. അല്ല, അതിൻ്റെ അകത്ത് എന്തോ പകുതി കൊടുക്കാൻ പോണെന്നൊക്കെ ഒരു ന്യൂസ്. ആര് കൊടുക്കണ്? നിങ്ങൾ എന്താ പ്രാന്ത് പറയണത്? ആ 30 സെന്റ് കൊടുത്താൽ പിന്നെ വേറെ എനിക്ക് സ്ഥലമില്ലല്ലോ. അത് ശരി. അല്ല, ഈ കുളപ്പുള്ളിയിലേ അവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടാണ്ടെങ്കിലേ ഇന്നൊന്ന് അറിയിക്കണം. എന്തിനാണ്? കാരണം ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ അറിയണത് നല്ലതാ. ഈ പിന്നെ സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ നമ്മളെ കൈമക്കൂടിയാണല്ലോ അങ്ങനെ പോണേ. നിങ്ങൾ എന്റെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരും സാറേ. അപ്പോ നമ്മള് വത്സല മേഡം ഒന്നും പറഞ്ഞില്ലേ? ഓ വത്സലമ്മയുടെ എന്താ പറയണത്? അവർ എന്തൊക്കെയോ പഞ്ചായത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് എഴുതി തന്നു. ആ കടലാസിന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഈ പഞ്ചായത്തിലും വില്ലേജിലും കയറി ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ. എന്താണിത്? അത് നിർത്തരുത് കേട്ടോ. എന്താ ഈ നടത്തോ? ആ, നല്ല എക്സസൈസ് അത്. അല്ലാണ്ടൊന്നും നമുക്ക് നടക്കാൻ സമയം കിട്ടില്ലല്ലോ. ആ പിന്നെ അപ്പൊ കുടിശ്ശിക അടച്ച പേപ്പർ വേണം, അത് നിർബന്ധമാണ്. പിന്നെ ഇത് വേണേ, ഇത് വേണം. ഇതെന്താണ്? വായിച്ചു നോക്കി. കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. അത് വേണം. എന്റെ പൊന്നു സാറേ, ഇതൊക്കെ പറയാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. ഇതൊരു 2 വാക്കുകൾ എന്തെങ്കിലും ആക്കിക്കൂടെ നിങ്ങൾക്ക്? ഇത് എനിക്കൊക്കെ പറയാൻ പറ്റാത്തോണ്ടല്ലേ ഞാനിങ്ങനെ എഴുതി വെച്ച്. അപ്പൊ സാറിന് പറയാൻ പറ്റില്ല? ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങള്. മിണ്ടാണ്ടൊക്കെ. അപ്പൊ നമ്മളെ കുടിശ്ശികന്റെ പേപ്പറും പിന്നെ ഈ പറഞ്ഞ സാധനല്ലേ കൈവശാവകാശ സർട്ടിഫിക്കറ്റോ, ഇത് രണ്ടും കൂടി എടുത്തിട്ട് നമ്മളെ വക്കീലിനെ പോയി കാണണം. ഇനി വക്കീലിനെ കാണണം ഞാൻ? വക്കീൽ വേണം. അതും ലോലിത വക്കീലിനെ തന്നെ കാണണം. അതെന്തിനാണ്? അത് മൂപ്പനാണ് ഞങ്ങളെ ലീഗൽ അഡ്വൈസറേ ബാങ്കിന്റെ. ഓ, അത് ശരി. അപ്പൊ കേട്ടിട്ട് പോയിട്ട് കണ്ടിട്ട് വരും. ആ എന്നാ ശരി സാർ. ആടോ ഞാനാ? എടാ, പുറത്തുനിന്ന് അകത്തോട്ട് കയറി വരുമ്പോ തട്ടിയിട്ട് വരണം. തട്ടിയിട്ട് മുട്ടിട്ട് കൊട്ടിട്ടൊക്കെ വരണോ? ആ, അങ്ങനെ വരണം. അത് ശരി. സാറേ എനിക്കൊരു ലോൺ വേണം സാറേ. ഇവിടെ ആ പരിപാടിയൊന്നുമില്ല. അല്ല, ബാങ്കിൽ നിന്ന് എടുക്കാനാണ്. ബാങ്കിൽ നിന്നാണ് ആ. പേപ്പേഴ്സ് എടു. എന്ത് പേപ്പറാണ്? എടോ, രേഖയും കുടിക്കടവും കയ്യവകാശ സർട്ടിഫിക്കറ്റിന്റെയും പേപ്പേഴ്സ് എടുക്കാൻ. അത് ഇതാണ്. ഇതാണ്. അപ്പോ ദക്ഷിണ വെക്കട്ടെ സാറേ ഞാൻ? ദക്ഷിണയോ? ആദ്യം ഫീസ്, പിന്നെ ദക്ഷിണ. അതാണ് ഇവിടുത്തെ രീതി. ഫീസും വേണം ദക്ഷിണയും വേണം? ഫീസും വേണം, ദക്ഷിണ വേണം. പേപ്പേഴ്സ് ഒക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്. പക്ഷെ ദക്ഷിണ ഒരല്പം കേമാക്കണം കേട്ടോ. ശരി. നമസ്കാരം സാറേ. അന്റെ കാര്യങ്ങൾ എന്തൊക്കെയായി? ഇതിന് എല്ലാ രേഖയുണ്ട് സാറേ. ആ. പിന്നെ വക്കീലിനെ കണ്ടിട്ട് എന്തോ കുന്തം വാങ്ങണം പറഞ്ഞല്ലോ. കൊന്തല്ല, സ്റ്റേറ്റ്മെന്റ്. ആ, അതും അതിൽ വെച്ചിട്ടുണ്ട്. ആ, നിങ്ങൾ വേഗം എന്റെ ലോണിന്റെ കാര്യം ശരിയാക്കി തരട്ടോളെ. ലോൺ അടക്കട്ടെ. നമ്മളെ കുളപ്പുള്ളിയിൽ 30 സെന്റ് എന്തായി? കുളപ്പുള്ളിലെ 30 സെന്റ് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അത് 40 ആക്കി. എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ഉണ്ടാ? ഇല്ല, പ്രശ്നമില്ല. നോക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ആ, പ്രശ്നമുണ്ട്. ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, സൈറ്റ് പ്ലാനും ഇല്ല. ഇതൊന്നും ഇല്ലാണ്ട് ലോണ് കിട്ടൂല മോനെ. എന്ത് വർത്താനാ നിങ്ങൾ പറയണത്? കുറെ നേരമായി നിങ്ങൾ അതും ഇതും പറയാൻ തുടങ്ങിയിട്ട്. മുമ്പ് വന്നപ്പോ പറഞ്ഞു ഓരോ രേഖകൾ വേണമെന്ന്. ഇത് എന്ത് രേഖകളാണിത്? പേടിപ്പിച്ചാഞ്ഞല്ലോടോ. ആകെ ബേജാറായി പോയി മനുഷ്യ. കുത്തിരിക്കേ ഇന്നിപ്പിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റൂല. പേടിക്കൊന്ന് മാറട്ടെ, പോയിട്ട് പിന്നെ വന്നാലേ. എനിക്ക് നിങ്ങളുടെ ലോണും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണം. ഞാൻ എന്റെ പണിക്ക് പോവാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ പറയും വില്ലേജ് ഓഫീസിൽ പോകണമെന്ന്. വില്ലേജ് ഓഫീസിൽ പോയാൽ പറയും വക്കീലിനെ കാണണമെന്ന്. വക്കീലിനെ കണ്ടാലോ? വക്കീലിനെ കണ്ടാൽ പറയും നിങ്ങൾ ബാങ്കിൽ പോകണമെന്ന്. ഇതെന്താണ്? നിങ്ങൾ കളിയാക്ക ആളിനെ? ഒരു ഭാഗത്ത് നിന്ന് പറയടോ. ഈ സിറ്റി ബസ് കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കണോ? ഈ ഒറ്റ സ്ഥലത്തൂടെ എനിക്ക് പോകാൻ ഭാഗ്യമില്ലോളെ. അതേതാ സ്ഥലം? അത് സെൻട്രൽ ജയിലാണ്. എല്ലാറ്റിനും കൊണ്ട് ഞാൻ സെൻട്രൽ ജയിലിൽ പോകും. സത്യശീല, ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എന്തായുള്ള പ്രശ്നം? മേഡോ, ഇയാള് കൊണ്ടുവന്ന ഈ രേഖകളിൽ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, സൈറ്റ് പ്ലാനും ഇല്ല. ഇത് രണ്ടും ഇല്ലാണ്ട് ലോണ് കിട്ടൂല എന്ന് പറഞ്ഞു ഓനതാ തുള്ളി കളിക്കണം. സത്യശീല, ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ്. തന്റെ ഭൂമിയുടെ മേല് വേറെ ഒരു ബാധ്യതയില്ല എന്ന് വില്ലേജ് ഓഫീസർ എഴുതി തരണം. അതാണ് അതിന്റെ ചടങ്ങ്. ചടങ്ങൊന്നും തെറ്റിക്കാൻ ഇവിടെ പറ്റില്ല. എത്ര രേഖ കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ലോൺ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കണത്? അങ്ങനെയാണെങ്കിൽ ഇക്കണ്ട ബാങ്കിൽ ഈ ലോണിന്റെ തുകയൊക്കെ കെട്ടിക്കിടക്കണ്ടേ? മാണ്ടേ? എന്താണ് കെട്ടിക്കിടക്കണ്ടേന്ന് ഒന്നും മനസ്സിലാവില്ല ഈ സമയം. ശരി ശരി, ഈ സൈറ്റിന്റെ പ്ലാൻ അവിടെ കിട്ടും. അത് നമ്മൾ പറഞ്ഞുതരാം. വില്ലേജ് ഓഫീസറെ പോയി കാണുക. എന്നിട്ട് മൂപ്പരെ കയ്യോടെ പിടിച്ചോണ്ട് ഈ പെരണ്ടാക്കുന്ന സ്ഥലത്ത് പോവുക. അവിടെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മൂപ്പരെ കൈമേൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അപ്പ കിട്ടും എനിക്ക്. അയ്യോ, എന്തേ ഇതില് പട്ടികയില്ല. എന്താണ് പട്ടികയില്ലാന്ന്? പട്ടിക? ആ,
ലോൺ എടുക്കാൻ വരുന്ന ആള് ഇനി ആശാരിപ്പണി പഠിക്കണം? ആശാരിപ്പണി ഒന്നല്ല, പട്ടിക എന്ന് പറഞ്ഞാൽ തന്റെ സ്ഥലത്തിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു രേഖയാണ്. അതിൽ താൻ ആരുടെ നിന്നാണ് സ്ഥലം വാങ്ങിച്ചത്, ഉടമസ്ഥന്റെ വിരലടയാളം, ഇതൊക്കെ ഉണ്ടാവും അല്ലേ? അതില്ല. അപ്പൊ അതല്ലേ കുടിക്കണം. എടോ, അത് തന്റെ സ്ഥലത്തിന്റെ മേലെ യാതൊരു ബാധ്യതയും ഇല്ലാന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ അതന്നെയല്ലേ ഇത്? ഈ പൊട്ടന് ഇതൊന്നും മനസ്സിലാവില്ല. അയ്യോ എന്നാലുണ്ട് സാർമാരെ, ഈ ലോകത്തിൽ ഇത്രയും കൂടുതൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഈ ലോൺ എടുക്കാൻ വരുന്നവർക്കൊക്കെ ഇത് ചെയ്യേണ്ടി വരും. കുറച്ച് കഷ്ടപ്പെടാതെ കാര്യം നടക്കുന്നാണോ? ശരി എന്നാ പിന്നെ ഞാൻ കുറെ കീഴിയായിട്ടുണ്ട് വരാം. അതിനത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കാൻ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. വിളിച്ചോളി നിങ്ങൾ, നാളെ ഞാൻ വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോളി. നാളെ വരുമ്പോ അല്ലേ? നാളെ വരുമ്പോ ഗംഭീരായിരിക്കും. തന്നെ വരുന്നുണ്ട്. ഈ ഫയൽ എടുക്കാൻ നോക്കുന്നത് എന്താ? അതെ, ഈ രേഖകളൊന്നും ഇല്ലാണ്ട് ലോൺ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം ഇവിടെ? പിന്നെ എവിടെയാണ്? താൻ സ്വന്തമായിട്ട് ഒരു ബാങ്ക് തുടങ്ങുമ്പോ തനിക്ക് കിട്ടും. ദോ, ഇത് വേണ്ടത് എനിക്ക്. സാറേ, എന്റെ ലോണിന്റെ കാര്യം എന്തായി? തന്റെ ലോണിന്റെ കാര്യം ശരിയോ? ഒരുവിധം പേപ്പറൊക്കെ ശരിയാണ്, പക്ഷേ നടക്കില്ല സത്യശീല. അയ്യോ, അതെന്താണ് സാറേ? ഇതില് പട്ടയമില്ല. എന്താണ് പട്ടയമില്ല? പട്ടയം വേണം. പട്ടയമില്ലാത്ത രേഖയ്ക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് സാറേ ആളിനെ കുരങ്ങ് കളിപ്പിക്കുകയാണ്? നിങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞൂടെ? ഹൈ എടോ, തന്റെ രേഖ പരിശോധിക്കുമ്പോഴല്ലേ മനസ്സിലാവണത് അതിൽ പട്ടയമില്ല എന്നുള്ളത്. അതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. പട്ടയം കൊണ്ടുവരൂ, അല്ലാതെ ശരിയാവില്ല. ഇനി ഞാൻ പട്ടയം കൂടെ ശരിയാക്കി കൊണ്ടുവന്ന് വെക്കി. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയോ കൊണ്ടുവരണമെന്ന്? അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നിട്ട് ഞാൻ അവിടെ കെട്ടി തൂങ്ങിച്ചാവും. താൻ ചൂടാവല്ലടോ, എല്ലാം ശരിയാവും സത്യശീല. എന്ത് ശരിയാവും? ഇവിടെയൊക്കെ കയറി ഇറങ്ങിയ സമയം കൊണ്ടേ ഞാൻ ബസ് സ്റ്റാൻഡിൽ തുണി വിരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 20 ലക്ഷം ഉറുപ്പ കിട്ടും. എല്ലാവിധ ഭാവങ്ങളും. താൻ പട്ടയം കൊണ്ടുവരാ, ചെല്ല. എന്റെ സാറേ, ഇത് എവിടെയാണ് കിട്ടുക? ടൗണിൽ പോണോ ഞാൻ? എടോ, ഇത് ടൗണിൽ പോയി കടയിൽ നിന്ന് മേടിക്കേണ്ട സാധനമല്ല. ഇത് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ചെല്ലണം. അവിടെ നിന്നാ തരിക പട്ടയം. എന്നാ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചോടെ സാറേ? എന്താണിത്? എടോ, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ചെല്ലണമെന്നേ, അല്ലാതെ ഇവിടേക്ക് വെക്കാൻ പറ്റുമോ അത്? എന്നാൽ ഇത് എന്തൊരു കഷ്ടപ്പെടുത്തലാണ് സാറേ. ഇങ്ങനെയുണ്ട് ഒരു കഷ്ടപ്പെടുത്തൽ മനുഷ്യന്മാരിട്ടിട്ട്. എടോ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം. ഇത് ബാങ്കല്ലേ, ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഇവിടെ അലമാരയിൽ ഇരിക്കുന്ന 20 ലക്ഷം രൂപ എടുത്ത് തനിക്ക് തരാൻ പറ്റുമോ? എടോ, ബോർഡ് മീറ്റിംഗ് കൂടണം, ഡയറക്ടർ ബോർഡ് തീരുമാനിക്കണം, എന്നാലേ തന്റെ ലോൺ പാസ്സാവുള്ളൂ. അപ്പൊ എന്റെ ലോൺ ഇതുവരെ പാസ്സാക്കിയിട്ടില്ലേ നിങ്ങള്? അപ്പൊ ഇതൊന്നും പറഞ്ഞ് മനസ്സിലായില്ല. എടോ, 1 മാസം കഴിയുമ്പോഴേ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവുള്ളൂ. ആ മീറ്റിങ്ങിന് തീരുമാനിച്ചിട്ട് തനിക്ക് ലോൺ പാസ്സാവുള്ളൂ. അപ്പൊ വരിക. സാറേ, ആ വെറുതെ അല്ല ടോളി ആൾക്കാരൊക്കെ കൊലയാളികളായിട്ട് മാറണത്. സർ, ഈ പിക്ചർ നന്നായിണ്ടോ? നന്നായിട്ട്. മോളുടെ പ്രൊജക്ടിന് വേണ്ടി വരച്ചതാ. അതെന്താ റേഡിയോ മാങ്ങയുടെ പരസ്യമാണോ? അല്ല, വൃക്കയുടെ നെടുകയുള്ള ചെയ്ത. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. എന്റെ ലോൺ പാസ്സായി അറിഞ്ഞു. ഞാൻ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്, വലുത് കാശ് കൊണ്ടുപോകാൻ. വലിയ സന്തോഷത്തിലാലോ. താങ്കളുടെ പേപ്പേഴ്സ് ഒക്കെ പരിശോധിച്ചു. പക്ഷെ താങ്കൾ ആവശ്യപ്പെട്ട മുഴുവൻ തുക തരാൻ പറ്റില്ല. അതെന്താണ് സാറേ? ഇനിയിപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ കോപ്പി കൂടെ വേണം പറയോ നിങ്ങള്? അയ്യോ സത്യശീല, അതൊന്നല്ല. തന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ആവശ്യപ്പെട്ട തുക ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല. അതെന്താണ്? സത്യശീല, ലോൺ തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയുടെ ഉറവിടം കൂടി വ്യക്തമാക്കണം. എന്റെ പൊന്നു സാറേ, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം. പറമ്പുന്നോ തൊടിയുന്നോ വിറ്റിട്ടോ പെറുക്കിട്ടോ എങ്ങനെ വേണമെങ്കിലും ഞാൻ അടച്ചോളാം. സത്യശീല, പറമ്പൊന്നും തൊടിയൊന്നും വിറ്റ് കിട്ടുന്നൊന്നും അടച്ച് തീരൂല സംഖ്യ. അത് മാത്രല്ല, താൻ പലിശയെ കുറിച്ചും ആലോചിക്കണം. ഈ ലോൺ എടുക്കാൻ വരുമ്പോഴുള്ള ആവേശം ഉണ്ടല്ലോ, അത് ലോൺ അടയ്ക്കാൻ വരുമ്പോൾ ഞങ്ങൾ ആരുടെയും മുഖത്ത് കാണാറില്ല. ഞാൻ അങ്ങനെ അല്ല ടോളെ. ഞാൻ നിങ്ങളോടൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പൈസ കുറച്ചിട്ട്. സത്യശീല, ഞങ്ങൾ ഒരുപാട് പേരെ കാണുന്നല്ലേ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് അറിയാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ലോൺ തരില്ല അല്ലേ? ലോൺ തരും. അർഹതപ്പെട്ട രീതിയിൽ ലോൺ തരാതെ ഞങ്ങളുടെ ബാങ്കിന്റെ നിലനിൽപ്പ് എങ്ങനെയാ? പക്ഷേ 12 ലക്ഷം രൂപ വരെ തരാൻ പറ്റുള്ളൂ. 12 രൂപ വരെ തരൂ? അതെ. 20 വേണം സാറേ. അത് പറ്റൂല, 12 ലക്ഷം റുപ്യ തന്നെ കിട്ടുള്ളൂ. അപ്പൊ സത്യശീല ഒരു കാര്യം ചെയ്യൂ, പ്രോസസിംഗ് ചാർജ് ആയിട്ട് ഒരു 8000 റുപ്പീസ് ക്യാഷിൽ അടച്ചിട്ട് പോയിക്കോളൂ. എന്താണ്? ഒരു 8000 രൂപ അവിടെ കൊണ്ടുപോയി അടയ്ക്കൂന്ന്. 8000 റുപ്യ ഞാൻ അങ്ങോട്ട് അടയ്ക്കാനാണോ? പിന്നല്ലാതെ ഞങ്ങൾ എല്ലാരും കൂടി പിരിച്ചിട്ടിട്ട് തനിക്ക് അങ്ങോട്ട് തരണോ? മിസ്റ്റർ സത്യശീല, ഇത് ലോൺ എടുക്കുന്ന എല്ലാവരും അടയ്ക്കേണ്ട തുകയാണ്. നിങ്ങൾക്ക് അനുവദിച്ച 12 ലക്ഷത്തിലേക്കുള്ള 8000 റുപ്യ അടച്ചേക്കുക. എന്റെ പൊന്നു സാറന്മാരെ, ഇത് അങ്ങോട്ട് മാത്രമാണല്ലോ നിങ്ങൾ വാങ്ങിക്കണത്, ഇങ്ങോട്ട് ഒന്നും വന്നില്ലല്ലോ. ഇങ്ങോട്ട് കിട്ടാൻ പോണല്ലോ. അപ്പൊ ഒരു ചെലവുണ്ട് കേട്ടോ. മോരുമള്ളേ നല്ല നാടൻ മോരുമള്ളേ. ഞാൻ മോരുവെള്ളം കുടിച്ചു പോയിക്കോ, കുടിച്ചിട്ട് പോയിക്കോ. മോരുമള്ളേ, നല്ല നാടൻ മോരുമള്ളേ മതിയോ?
മോരുമള്ളി ഇതെന്താ മോരും വെള്ള കച്ചവടം മോരുമള്ള കച്ചവടമാണ് ഇപ്പൊ വേറെ പണിയൊന്നുമില്ലേ എവിടേക്കാണ് ബാങ്കിലോട്ട് എന്ത് ലോൺ എടുക്കാനാ ഹൗസിംഗ് ലോൺ ഹൗസിംഗ് ലോണാണ് എന്നാ ഇരിക്കാനായിട്ട് വർത്താനം പറഞ്ഞിട്ട് പോകും മോരുമള്ള ഒരു കുടുക്ക് കുടിച്ചോളി നിങ്ങൾക്കറിയോ ഏട്ടാ എൻ്റെ വീട് ഇരിക്കണ സ്ഥലമായിരുന്നത് ഞാൻ ഒരു 5 വർഷം മുമ്പ് ഒരു ലോൺ എടുത്തിട്ട് വീട് വെച്ചു 5 കൊല്ലം പൈസ അടച്ചു അടച്ച പൈസ മുഴുവനെ ഇതാ പലിശയിലേക്ക് പോയി ഒരു പൈസയും മുതലേക്ക് വന്നില്ല അപ്പൊ എന്താ കാട്ടുക അവര് വന്നിട്ട് വീട് ജപ്തി ചെയ്യില്ലേ അവര് വീട് ജപ്തി ചെയ്തു ഞാനിപ്പോ പെരുവഴിയിലാണ് കയറി കിടക്കാൻ വീടില്ല കുരിയില്ല ഒന്നുമില്ല ഇപ്പൊ മോര് കച്ചവടമാണ് ഏട്ടാ നീ മോര് വേണോ വേണമെങ്കിൽ ലോൺ എടുക്കാൻ പോയിക്കോളി ലോൺ എടുക്കാൻ പോയിക്കോ 5 കൊല്ലം കഴിഞ്ഞാൽ മോര് കച്ചവടം ചെയ്യാം വേണോ എന്താണ് ആ നല്ല മോരുമള്ളേ അതല്ല നാടൻ മോരുമള്ളേ